നമുക്ക് മെഡിസിന് വേണ്ടത്ര സീറ്റ്സ് ഇല്ല. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ മെഡിസിൻ പഠിക്കാനായിട്ട് ആൾക്കാർ ഇത്രയും വെപ്രാളപ്പെട്ട് പോകുന്നത്. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അറിയാത്ത രാജ്യങ്ങളിൽ പോലും അവർ ചെന്നുപെടുന്നത്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണനിലവാരം പ്രതീക്ഷിച്ചാണ് മിക്കവരും ഈ വിദേശ വിദ്യാഭ്യാസം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതിനായിട്ട് പോകുന്നത്. വലിയ തോതിലുള്ളൊരു മൈഗ്രേഷൻ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം മോശമായത് കൊണ്ടാണോ അങ്ങനെ ഒരു പോക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സാണ് എല്ലായ്പ്പോഴും മൈഗ്രേഷന് കാരണം. അത് ഒരു ഇഷ്യൂവിൽ നമുക്ക് ചുരുക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ മൈഗ്രേഷൻ ഉണ്ടാകുന്നത് പഞ്ചാബിൽ നിന്നാണ്. എന്നാൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകമും GDP എല്ലാം എടുത്തു നോക്കിയാൽ ഏറ്റവും ധനികമായ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഗൾഫ് തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ പുറത്തേക്ക് പോകുന്നത് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കാരണമാണ്. അതായത് ഒരു ഗ്രാമത്തിൽ നിന്നും ഒരാൾ പോകുന്നു, അയാൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ഒരു കണക്ഷൻ, ഒരു നെറ്റ്വർക്ക്. നമുക്ക് അവിടെ പോയാൽ നമുക്കൊരാളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജോലി അന്വേഷിക്കാൻ ഒരാളുണ്ട്. അയാൾ പോയി അയാളുടെ അനുഭവം കണ്ട് കഥകൾ കേട്ട് നമ്മളും പ്രചോദിതരായി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിഷയമല്ല, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. എല്ലാ വിധത്തിലും അതിനെ പരിഹരിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതുണ്ട്. പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ രംഗം പല വെല്ലുവിളികളും ഇന്ന് നേരിടുന്നു. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയെ ടെസ്റ്റ് ചെയ്യുന്നത്? അവർക്ക് ChatGPT അവരുടെ എല്ലാ പരീക്ഷയുടെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ നൽകുന്നു. അപ്പോൾ അവരെ എങ്ങനെ അസസ് ചെയ്യും എന്നുള്ളത് ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസ വിദഗ്ധർ അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഓട്ടോമേഷൻ്റെയും കാലഘട്ടത്തിൽ നാളത്തെ ജോലി എന്താണ്? ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്രയും വേഗതയോടുകൂടി ടെക്നോളജി മാറുന്ന ഈ ഘട്ടത്തിൽ നാളെ റെലവൻ്റ് ആയിരിക്കുമോ? അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ടു ലേൺ ആൻഡ് ടു റീലേൺ, ടു സ്കിൽ ആൻഡ് ടു റീസ്കിൽ. ജീവിതകാലം മുഴുവൻ പഠിക്കുകയും റീഇൻവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് നമുക്ക് അവരെ സൃഷ്ടിക്കാനേ സാധിക്കുകയുള്ളൂ. അതാണ് നമുക്കുള്ളൊരു വിജയം. അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ പല ചാലഞ്ചസ് നേരിടുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഇന്ത്യയിൽ തന്നെ നമ്മുടെ ചില നയങ്ങൾ. ഒരു ഉദാഹരണത്തിന്, നമുക്ക് മെഡിസിന് വേണ്ടത്ര സീറ്റ്സ് ഇല്ല. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ മെഡിസിൻ പഠിക്കാനായിട്ട് ആൾക്കാർ ഇത്രയും വെപ്രാളപ്പെട്ട് പോകുന്നത്. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അറിയാത്ത രാജ്യങ്ങളിൽ പോലും അവർ ചെന്നുപെടുന്നത്. യുക്രൈനിൽ തന്നെ യുദ്ധം തുടങ്ങിയ ശേഷമാണ് ഇത്രയധികം മലയാളി വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരുപാട് പേര് യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു വ്യവസായമാകുമ്പോൾ അതിൽ കബളിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഉദാഹരണത്തിന് നെതർലൻഡ്സിൽ ഇന്ത്യൻ അംബാസഡർ ആയിരുന്നപ്പോൾ നെതർലൻഡ്സിൻ്റെ കീഴിൽ അമേരിക്കയ്ക്ക് അടുത്ത് ഉള്ള ചില ദ്വീപുകളുണ്ട്, അറൂബ, കുറസാവോ, സെൻറ്റ് മാർട്ടിൻ. അവിടെയെല്ലാം ഇന്ത്യക്കാർ പോയി മെഡിക്കൽ കോളേജസ് സ്ഥാപിച്ച് വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് അവർക്ക് അമേരിക്കയുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്, അവരെ അമേരിക്കയിലെ മെഡിക്കൽ എക്സാം പഠിപ്പിക്കുകയും അത് പാസ്സാക്കി അവിടെ പോകാൻ എളുപ്പമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് വിദ്യാർത്ഥികൾ അവിടെ കൊണ്ടുപോകുന്നത്. എന്നാൽ അവിടെ ചെന്നിട്ട് വിദ്യാർത്ഥികളിൽ നിന്നും നൂറുകണക്കിന് പരാതികൾ വരുന്നു, അധ്യാപകരിൽ നിന്നും പരാതികൾ വരുന്നു. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല, അവർക്ക് താമസിക്കാൻ സൗകര്യമില്ല, ക്ലാസ് റൂംസ് ഇല്ല എന്നുള്ളതെല്ലാം. അപ്പോൾ അവിടെയും നമുക്ക് ഒരു എംബസി എന്ന നിലയ്ക്ക് ചെയ്യാവുന്നത് അവിടെ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിലും നമ്മുടെ ഒരു ഓഫീസറിനെ വിട്ട് എൻക്വയറി ചെയ്യുക, അതിനെക്കുറിച്ച് ലോക്കൽ ഗവൺമെൻറ്റിനോട് കംപ്ലയിൻറ്റ് ചെയ്യുക. അവർക്ക് ഇന്ത്യയിൽ നിന്നും എന്തെങ്കിലും റെക്കഗ്നിഷൻ ഉണ്ടെങ്കിൽ ആ റെക്കഗ്നിഷൻ റദ്ദാക്കണമെന്ന് ഇന്ത്യൻ അധികാരികളോട് ശുപാർശ ചെയ്യുക എന്നെല്ലാം ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ പോലും ഫ്രോഡ്, തട്ടിപ്പ്, ചീറ്റിംഗ്, ഇത് നമുക്ക് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ എവിടെയെല്ലാം നമ്മൾ തെറ്റ് കാണുന്നു അതിനെതിരെ പരമാവധി ശക്തമായ നടപടികൾ എടുക്കുകയും
ഈ പുറത്തേക്ക് പോകുന്ന പ്രവണത ഏത് രീതിയിൽ തടയാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകാരോട് ചോദിച്ചാൽ അവർ പറയും മെഡിക്കൽ കൗൺസിൽ കൂടുതൽ സീറ്റ് അനുവദിക്കാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ അവരുടെ റെഗുലേഷൻസ് ലിബറലൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികളുടെ ഒഴുക്കുണ്ടാകില്ല. പിന്നെ ഈ പ്രൈവറ്റ് കോളേജസിലെല്ലാം ക്യാപിറ്റേഷൻ ഫീ ഉണ്ട്. പണം മേടിച്ച് പലപ്പോഴും വിദേശ രാജ്യത്ത് പോയി ഒരു ഡിഗ്രി കിട്ടുന്നത് നമ്മുടെ രാജ്യത്ത് ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് പഠിക്കുന്നതിനേക്കാൾ ചീപ്പാണ് എന്ന് വിചാരിച്ചാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ ആ ക്യാപിറ്റേഷൻ ഫീ തടയാനായിട്ട് നമുക്ക് നടപടികൾ ഉണ്ടാവണം. പിന്നെ മെഡിക്കൽ കോളേജസ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. അങ്ങനെ ഒരു ഇതെല്ലാം ഒരു കോംപ്രിഹെൻസീവ് സൊല്യൂഷൻസ് മാത്രമേ നമുക്കൊരു ഒരു റിസൾട്ട് കണ്ടെത്തിക്കുകയുള്ളൂ.